Welcome to Easy Learning English Grammar Class Day 11. Today is the 11th day of our English Grammar Learning session and we are learning Past Perfect Continuous Tense. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ രണ്ട് സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആൻ ആക്ഷൻ ഇൻ പാസ്റ്റ് ടൈം ഫേസ് വിച്ച് വാസ് കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് ടൈം. അതായത് പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ഒരു ആക്ഷനെ കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ്, continued for some time and ended before another action or point in the past. അതായത് പാസ്റ്റിൽ ആരംഭിച്ച് കുറച്ച് സമയത്തേക്ക് കണ്ടിന്യൂ ചെയ്തതും മറ്റൊരാക്ഷന് മുമ്പ് അവസാനിച്ചതുമായ ഒരു പ്രവൃത്തിയെ നോട്ടിഫൈ ചെയ്യാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് എക്സാമ്പിൾ 1 by 1 മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. നമുക്ക് സെന്റൻസുകളും അതിന്റെ സ്ട്രക്ചറും കൂടെ മനസ്സിലാക്കാം. അഫർമേറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, 3 ടൈപ്പ് ഓഫ് സെന്റൻസുകൾ കൊടുത്തിരിക്കുന്നു. അതിന്റെ സ്ട്രക്ചർ നോക്കാം. അഫർമേറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ വന്നപ്പോൾ സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വേർബ് പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് വന്നിരിക്കുന്നു. നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ സബ്ജക്ട് പ്ലസ് ഹാഡ് നോട്ട് ബീൻ പ്ലസ് ING ഫോം ഓഫ് വേർബ് പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ആണ് വന്നിരിക്കുന്നത്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വേർബ് പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് നമുക്കൊന്ന് മനസ്സിലാക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് ഹെൽപ്പിംഗ് വെർബ് ഒന്നേ ഉള്ളൂ, അത് ഹാഡ് ബീൻ ആണ്. അതാണ് എല്ലാ സെന്റൻസുകളിലും എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ ഈ ഹാഡ് ബീൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനിയും അവിടുത്തെ മെയിൻ വെർബ് ING ഫോം ഓഫ് വെർബ് ആണ്. ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് റൂൾ ആയിട്ട് മനസ്സിലാക്കാൻ. ഇനി നമുക്ക് എക്സാമ്പിൾസ് 1 by 1 മനസ്സിലാക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഹി ഹാഡ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 hours. അതായത് അവൻ 2 മണിക്കൂർ നേരം ഉറങ്ങുകയായിരുന്നു. പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന കാര്യമാണ്, ഇപ്പോൾ നടക്കുന്നില്ല. അടുത്ത നോക്കാം അതിന്റെ നെഗറ്റീവ് സെന്റൻസ് എങ്ങനെയാണെന്ന്. ഹി ഹാഡ് നോട്ട് ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 hours. അവൻ 2 മണിക്കൂർ നേരം ഉറങ്ങുകയായിരുന്നില്ല. ഇനി അതിന്റെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ഹാഡ് ഹി ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 hours. അവൻ 2 മണിക്കൂർ നേരം ഉറങ്ങുകയായിരുന്നോ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഹാഡ് എന്ന ഹെൽപ്പിംഗ് വെർബ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞാണ് ബീൻ വന്നേക്കുന്നത്. ഹാഡ് ബീൻ ഒന്നിച്ചല്ല വന്നേക്കുന്നത്. ഹാഡ് ഹി ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 hours. ഇനിയും അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാം. ഷീ ഹാഡ് ബീൻ ലേണിംഗ് ഡാൻസ് സിൻസ് 2010. അവൾ 2010 മുതൽ നൃത്തം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 2010 മുതൽ നടന്നിരുന്ന കാര്യമാണ്, കുറെ നാളത്തെ കണ്ടിന്യൂസ് ആയി നടന്ന കാര്യമാണ്, എന്നാൽ ഇപ്പോഴില്ല, പാസ്റ്റ് ആണ്. അടുത്തത് നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ഷീ ഹാഡ് നോട്ട് ബീൻ ലേണിംഗ് ഡാൻസ് സിൻസ് 2010. അവൾ 2010 മുതൽ നൃത്തം പഠിച്ചിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ഹാഡ് ഷീ ബീൻ ലേണിംഗ് ഡാൻസ് സിൻസ് 2010. അതായത് അവൾ 2010 മുതൽ നൃത്തം പഠിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാം. ജാനി ഹാഡ് ബീൻ പ്രാക്ടീസിംഗ് ദ സോങ് for an hour before her stage program started. ജാനിയുടെ സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് അവൾ 1 മണിക്കൂർ നേരം സോങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇവിടുത്തെ സെന്റൻസ് പറയുന്നത്. ഈ ഒരു സെന്റൻസ് വന്നിരിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കിയപ്പോഴാണ്. അതായത് ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, കണ്ടിന്യൂ ഫോർ സം ടൈംസ്, എന്നാൽ രണ്ടാമത്തെ ആക്ഷന് മുമ്പ് അത് സ്റ്റോപ്പായി. ഇവിടുത്തെ ആദ്യത്തെ ആക്ഷൻ ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയ ജാനി ഹാഡ് ബീൻ പ്രാക്ടീസിംഗ് ദ സോങ് ഫോർ ആൻ അവർ എന്നുള്ളത്. അതിനുശേഷമാണ് സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ടർ എന്നുള്ള ആക്ഷൻ വന്നേക്കുന്നത്. അതിനു മുമ്പ് ആദ്യത്തെ ആക്ഷൻ കംപ്ലീറ്റ് ആയി. ക്ലിയർ ആയല്ലോ? അതിന്റെ നെഗറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാം. ജാനി ഹാഡ് നോട്ട് ബീൻ പ്രാക്ടീസിംഗ് ദ സോങ് ഫോർ ആൻ അവർ ബിഫോർ ഹെർ സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ടഡ്. ജാനിയുടെ സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് 1 മണിക്കൂർ നേരം സോങ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് നെഗറ്റീവ് സെന്റൻസ് വന്നിരിക്കുന്നത്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ഹാഡ് ജാനി ബീൻ പ്രാക്ടീസിംഗ് ദ സോങ് ഫോർ ആൻ അവർ ബിഫോർ ഹെർ സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ടഡ്. ജാനിയുടെ സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ്
1 മണിക്കൂർ നേരം ജാനി സോങ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാം. They had been living in Delhi for a decade before moving to US. യുഎസിലേക്ക് മൂവ് ആവുന്നതിന് മുമ്പ് 10 വർഷക്കാലം അവർ ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ സെന്റൻസ് പറയുന്നത്. അതായത് ഒരു ആക്ഷൻ സ്റ്റാർട്ടായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു, അടുത്തൊരു ആക്ഷന് മുമ്പ് അത് ഫിനിഷായി. They had been living in Delhi for a decade ആണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ആക്ഷൻ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. രണ്ടാമത്തെ ആക്ഷൻ ആണ് മൂവിങ് ടു യുഎസ്, അതിനു മുമ്പ് അത് ഫിനിഷായി. ഇത് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത് അതിന്റെ നെഗറ്റീവ് സെന്റൻസ് കൂടെ മനസ്സിലാക്കാം. They had not been living in Delhi for a decade before moving to US. അവര് യുഎസിലേക്ക് മൂവ് ആവുന്നതിന് മുമ്പ് 10 വർഷക്കാലം ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് നെഗറ്റീവ് സെന്റൻസ് പറയുന്നത്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വരുമ്പോൾ had they been living in Delhi for a decade before moving to US. യുഎസിലേക്ക് മൂവ് ആവുന്നതിന് മുമ്പ് അവര് 10 വർഷക്കാലം ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ട് സിറ്റുവേഷൻസിന്റെയും എക്സാമ്പിൾസ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. കീ ടൈം എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കീ ടൈം എക്സ്പ്രഷൻസും എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. വൺ ബൈ വൺ മനസ്സിലാക്കാം. ഫോർ 2 hours ഓർ ഫോർ എ വീക്ക് ഓർ ഫോർ എ മന്ത്. അതിൽ ഫോർ 2 hours എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. ഹി ഹാഡ് ബീൻ റണ്ണിങ് ഫോർ 2 hours. അവൻ 2 മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ആദ്യത്തെ എക്സാമ്പിൾ പറയുന്നത്. അടുത്തത് സിൻസ് 10 AM, സിൻസ് മൺഡേ, ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. സിൻസ് ചേർത്തുള്ള ടൈം എക്സ്പ്രഷൻസ് മനസ്സിലാക്കാം. ഐ ഹാഡ് ബീൻ സ്റ്റഡിങ് സിൻസ് 10 AM. 10 മണി തൊട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എക്സാമ്പിൾ വന്നിരിക്കുന്നത്. അടുത്തത് ബിഫോർ. വി ഹാഡ് ബീൻ സ്റ്റഡിങ് ഫോർ ആൻ അവർ ബിഫോർ വി എൻറ്റേർഡ് ദ എക്സാം ഹാൾ. എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് 1 മണിക്കൂർ നേരം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എക്സാമ്പിൾ വന്നിരിക്കുന്നത്. ബൈ ദ ടൈം. By the time I reached the station, my friends had been waiting there for 30 minutes. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് 30 മിനിറ്റ് ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ സെന്റൻസ് വന്നിരിക്കുന്നത്. അടുത്തത് when. They had been playing cricket for 2 hours when their coach arrived. അവരുടെ കോച്ച് എത്തുമ്പോൾ അവർ 2 മണിക്കൂറായി ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു എന്നാണ് എക്സാമ്പിൾ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ മനസ്സിലാക്കാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ലേണിംഗ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഒരു പുതിയ ലേണിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.